അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചൗരി ഇതായി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നൈലോൺ ചൗരിയാണ്. നൈലോൺ ചൗരി എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെറിയ മുത്തുമണികൾ പോലെ ഇരിക്കും. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് ചേർത്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കാണാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരിക്കും. സാധാരണ ചൗരിയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഒരു പ്രാവശ്യം ഒന്ന് ഈ ചൗരി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചൗരി ഒന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. ചൗരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വേണം. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് വെള്ളമൊക്കെ മാറ്റിയ ചൗരി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചൗരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി, കണ്ണാടി പോലെ ഇതുപോലെ വെന്ത് കിട്ടണം. ഇനി വെള്ളം മാറ്റിയിട്ട് നമുക്ക് അരിപ്പയിൽ കൂടി അരിച്ചൊഴിച്ചിട്ട് വീണ്ടും കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ അരിപ്പയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ചൗരി ഒഴിച്ചു കൊടുത്തു. ഇനി നല്ല തണുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം മുഴുവനും മാറിയിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അരിപ്പിലിരുന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. അടുത്തതായിട്ട് വേണ്ടത് പൈനാപ്പിൾ ആണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുകയോ അല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ നടുഭാഗത്തുള്ള ആ കട്ടിയുള്ള ഭാഗം മാറ്റിയിട്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു പരുവത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ 250 ml കപ്പിന് 1.25 കപ്പാണ് ഈ പൈനാപ്പിൾ കിട്ടിയിട്ടുള്ളത്. 2 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ ഹോളിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 1.25 കപ്പ് പൈനാപ്പിളും 1.25 കപ്പ് ക്യാരറ്റും ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അളവ് കപ്പിന് ഞാൻ കാണിച്ചു തരാം. 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വയന്ന് വരണം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. അളവ് കപ്പിന് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് 1/4 കപ്പ്, അപ്പോൾ 1.25 കപ്പ്. അപ്പോൾ ആദ്യമേ നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാത്തത്, ഈ പൈനാപ്പിൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ക്യാരറ്റ് നെയ്യിൽ ഇട്ട് വഴറ്റി എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മധുരം ഉണ്ട് എന്നാൽ കൂടി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ നല്ല മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഒരു ടേസ്റ്റിന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൈനാപ്പിൾ ഒന്ന് വയന്ന് വെള്ളമൊക്കെ വറ്റി വരണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പഞ്ചസാരയും കൂടെ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലൂസാവും. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ വേവിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഓട്ടുരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കരയാണ്. ഇതിൽ കല്ലും മണ്ണും അഴുക്കും ഒന്നുമില്ല.
അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2.25 കപ്പ് ശർക്കര എടുക്കുക. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര എടുക്കുക. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. പൊടിച്ച ശർക്കരയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മെൽറ്റായി വരും. പിന്നെ ഇത് മെൽറ്റായതിന് ശേഷം നമ്മളെടുക്കുന്ന ശർക്കര കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ഉണ്ട ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒരു സ്റ്റീൽ അരിപ്പിലൂടെ അരിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിളും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെല്ലാം ശർക്കര പാനി നല്ലോണം പിടിച്ച് കിട്ടണം. ഇതെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചൗവരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതൊന്ന് വറ്റി വരണം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വറ്റി വരണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 3-ാം പാല് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 3-ാം പാല് 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതും ഒന്ന് വറ്റി വരണം. ഇങ്ങനെ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ വറ്റിച്ചെടുക്കുന്ന പ്രഥമനാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒന്ന് വറ്റി വരണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുക്കും ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് വറ്റി ഇതുപോലെ തെറിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് 2-ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതും ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വരണം. ഇനി 1-ാം പാലൊക്കെ ചേർക്കാനുണ്ട്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളുപ്പ് ചേർക്കാം. കൂടിപ്പോവരുത്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചുക്കുപൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ പൈനാപ്പിളും ക്യാരറ്റും വെച്ചിട്ടുള്ള പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാ പ്രഥമനേക്കാളും നല്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു പ്രഥമന്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള കുറുകിയ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും മൂപ്പിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ക്യാരറ്റും പൈനാപ്പിളും വെച്ചിട്ട് പ്രഥമൻ തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ക്യാരറ്റും പൈനാപ്പിളും വെച്ചിട്ട് ഈ പ്രഥമൻ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്